അപ്പോൾ സൺഡേ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ? ഇന്ന് നമ്മൾ വീട്ടിൽ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി, ജീരകത്തിൻ്റെ പൊടി, കുറച്ച് സവാള വറുത്തത്, പിന്നെ കുറച്ച് പുതിനയില, മല്ലിയില അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കുറച്ച്, പിന്നെ കുറച്ച് നാരങ്ങയുടെ നീര്, കുറച്ച് തൈര്, കുറച്ച് ബിരിയാണി മസാല, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാമേ. ഇനി അടുത്തൊരു പാത്രം വെച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ജീരകം ഇടാം. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ഏലക്ക, പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ചെറുതായിട്ട് വഴണ്ട് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളിക്ക കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിക്കയും നന്നായിട്ട് വഴറ്റി തക്കാളിക്ക നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല, ലേശം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സോയാബീൻ കുതിർത്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ചിക്കൻ ഒന്ന് വേവാൻ വയ്ക്കാം. അടുത്തത് ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാമേ. ചോറ് ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് ഒരു 20 മിനിറ്റ് കുതിരാൻ വെച്ചിട്ട് വേവിച്ചെടുത്തതാണ്. ഇതൊരു 1/4 വേകാകുമ്പോൾ തന്നെ ഊറ്റിയെടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് സവാള വറുത്തതും ഇഞ്ചിയും പച്ചമുളകും നീളത്തിന് അരിഞ്ഞതും പുതിനയില, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും, നമുക്ക് വേണമെങ്കിൽ കാഷ്നട്ടും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും കുറച്ച് കേവറ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ദം ആക്കാൻ ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതുപോലെ സോയാബീൻ ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണേ.